ഈ ഒരു രൂപം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ അല്ലെങ്കിൽ സമ്മാനങ്ങളുടെയൊക്കെ ഓർമ്മകൾ വരാറുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇതാരാണെന്ന് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നാം അടിവരയിട്ട് എഴുതേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ വ്യക്തിയുടെ പേര് നിക്കോളാസ് എന്നാണ്. AD 270 പത്താര എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഒരു പ്രദേശത്ത് ജനിച്ച് 73 വയസ്സുവരെ ഈ ലോകത്ത് ജീവിച്ച് ഒരു മെത്രാനായി മരണമടഞ്ഞ് ഇന്ന് കത്തോലിക്ക സഭ പരസ്യമായി വണങ്ങുന്ന വിശുദ്ധ നിക്കോളാസ് ആണ് നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പാഞ്ഞി, ക്രിസ്മസ് പാപ്പ സാന്താക്ലോസ്. നിക്കോളാസ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ നിക്കോളാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ അറിയാതെ അവരെ സഹായിക്കുക എന്നതാണ്. ഒരു കുടുംബത്തിൽ 3 പെൺകുട്ടികൾ ജീവിച്ചിരുന്നു. അവര് വിവാഹപ്രായം എത്തിയപ്പോൾ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള ആ കുടുംബത്തിന് സാധിച്ചില്ലെന്നാണ് പറയുന്നത്. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ നിക്കോളാസ് രാത്രിയുടെ മറവിൽ അവർ പോലും അറിയാതെ ആ കുടുംബത്തിലേക്ക് സ്വർണ്ണ കട്ടകൾ സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. പല തവണകളിലായി ആ കുടുംബത്തിലേക്ക് സ്വർണ്ണ സമ്മാനങ്ങൾ വന്ന് വീഴുന്നതിന്റെ പിന്നിൽ ആരാണ് എന്ന് അവർക്ക് പോലും അറിയില്ല. ഈ ഒരു ചരിത്ര സംഭവമാണ് ഈ നിക്കോളാസിനെ ഇത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് പ്രേരിപ്പിച്ചത്. ഈ വിശുദ്ധന്റെ തിരുനാള് ഡിസംബർ 6-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ദിവസം പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു ദിവസമായിട്ട് യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലും ആഘോഷിക്കപ്പെടുകയുണ്ട്. ലോകം മുഴുവനിലും പ്രചാരത്തിലായ ഈ സാന്താക്ലോസിന്റെ രൂപം ഇതല്ല സെയിന്റ് നിക്കോളാസിന്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം, യഥാർത്ഥമായിട്ടുള്ള ഭാവം. സെയിന്റ് നിക്കോളാസ് എന്നേക്കാൾ മെലിഞ്ഞാണിരിക്കുന്നു, എന്നേക്കാളും നല്ല ഉയരമുണ്ട്, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തിത്വം. 1931 കൊക്കക്കോള കമ്പനി തങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിന്റെ ഭാഗമായി സൺബ്ലോം എന്നു പേരുള്ള ഒരു ചിത്രകാരനെ വാടകയ്ക്കെടുത്ത് സെയിന്റ് നിക്കോളാസിനെ അല്ലെങ്കിൽ സാന്താക്ലോസിനെ ഭാവനയിൽ സുന്ദരമായി ആവിഷ്കരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ അവൻ നിർമ്മിച്ചെടുത്ത ഒരു രൂപമാണ് ഇന്ന് ലോകം മുഴുവനും പ്രചാരത്തിലിരിക്കുന്ന ഈ സാന്താക്ലോസ്. കൊക്കക്കോള കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി പുറത്തേക്കിറങ്ങിയ സാന്താക്ലോസിന് ലോകം മുഴുവനും പ്രചാരത്തിലായപ്പോൾ യഥാർത്ഥത്തിലുള്ള വിശുദ്ധ നിക്കോളാസിനെ ലോകം മറന്നുപോയി. തലയിൽ മെത്രാന്റെ തൊപ്പി ധരിച്ച്, കയ്യിൽ അംശവടി സ്വീകരിച്ച്, തന്റെ സുന്ദരമായ മെത്രാൻ വേഷം ധരിച്ച് അപരനെ സഹായിക്കാനുള്ള താല്പര്യത്തോടുകൂടെ വഴിനീളെ നടന്നു പോകുന്ന ആ വിശുദ്ധന്റെ ഭാവം നമുക്കും ഉള്ളിലേക്ക് സ്വീകരിക്കാം. അപരന്റെ ഹൃദയത്തിലെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവൻ പോലും അറിയാതെ അവനിലേക്ക് ഒരു സഹായമായി എനിക്ക് പെയ്തിറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ വിശുദ്ധ നിക്കോളാസായി അവതരിക്കുകയാണ്.